മലയാള സിനിമയിൽ ഏറ്റവും മികച്ച നായികാ നടിയായി മാറിക്കൊണ്ടിരിക്കുന്ന താരമാണ് അനശ്വര രാജൻ. അനശ്വരയുടെ സിനിമാ തെരഞ്ഞെടുപ്പുകൾ തന്നെ ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഉദാഹരണം സുജാത മുതൽ തണ്ണീർമത്തൻ ദിനങ്ങളും സൂപ്പർ ശരണിയും നേരും രേഖാചിത്രവും ഇപ്പോൾ ഇറങ്ങിയ പൈങ്കിളിയുമെല്ലാം അനശ്വര ഏറ്റെടുക്കുന്ന സിനിമകൾക്കെല്ലാം ഒരു മിനിമം ഗ്യാരണ്ടി കാണുന്ന പ്രേക്ഷകരും ഉണ്ട്. അനശ്വരയുണ്ടോ സിനിമയിൽ എന്തെങ്കിലും മികച്ചതുണ്ട് എന്ന് വിശ്വസിക്കുന്ന തരം പ്രേക്ഷകരെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് 22-കാരിയായ അനശ്വരയ്ക്ക് സാധിച്ചു. ഇത്രയും പക്വതയോടെ കഥാപാത്രങ്ങൾ തെരഞ്ഞെടുക്കാൻ അനശ്വരയ്ക്ക് എങ്ങനെ സാധിക്കുന്നുവെന്ന് ചിന്തിക്കുന്ന പ്രേക്ഷകരുമുണ്ട്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സംവിധായകൻ ദീപു കരുണാകരൻ നടി അനശ്വര രാജൻ പ്രൊമോഷന് സഹകരിക്കുന്നില്ല എന്ന ആരോപണവുമായി രംഗത്തെത്തിയത്. അനശ്വരയും ഇന്ദ്രജിത്തും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലറിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടാണ് വിമർശനം ഉയർന്നത്. കാലുപിടിച്ചു പറഞ്ഞിട്ടും ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇടാൻ പോലും അനശ്വര വിസമ്മതിച്ചുവെന്നും തനിക്ക് നഷ്ടപരിഹാരം വേണമെന്നും ദീപു പറഞ്ഞിരുന്നു. സിനിമയുടെ ഷൂട്ടിംഗിന്റെ സമയത്ത് പരിപൂർണമായി സഹകരിച്ചയാളാണ് അനശ്വരയെന്നും പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് തനിക്കറിയില്ലെന്നുമാണ് ദീപു പറയുന്നത്. ഇപ്പോഴിതാ ഇതിന് പിന്നാലെ അനശ്വരയ്ക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അനശ്വര പങ്കുവച്ച പോസ്റ്റിനു താഴെയാണ് സൈബർ ആക്രമണം. ജസ്റ്റിസ് ഫോർ ദീപു കരുണാകരൻ എന്നു പറഞ്ഞാണ് വിവിധ കമന്റുകൾ ഉയരുന്നത്. ഈ കിളവിത്തള്ളയ്ക്ക് അഹങ്കാരം കൂടിക്കൂടി വരുന്നുണ്ട്, പൈസ കൂടി കണ്ണുമഞ്ഞളിക്കാൻ തുടങ്ങിയെന്നാണ് മറ്റൊരാളുടെ കമന്റ്. പ്രൊമോഷന് പോകും മര്യാദയ്ക്കെന്നുള്ള കമന്റുകളും ഇതിനിടയിൽ വരുന്നു. മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലറിന്റെ പ്രൊമോഷന് പോയില്ല അല്ലേ? 4 സിനിമ ആകുമ്പോഴേക്കും എന്തോ ആയി എന്ന തോന്നലാണ്. ഒരു സിനിമ സക്സസ് ആയിട്ടല്ലോ പൈസ മേടിക്കുന്നത്, പണം മുടക്കിയവന് അത് തിരിച്ചു കിട്ടണ്ടേ എന്നും കമന്റുകൾ. അതേസമയം ദീപു കരുണാകരന്റെ ആരോപണത്തിൽ അനശ്വര രാജൻ ഇതുവരെ പ്രതികരണമൊന്നും നടത്തിയിട്ടുമില്ല. സിനിമയുടെ ഓഡിയോ റൈറ്റ്സ് ഒരു കമ്പനിക്ക് 10 ലക്ഷം രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ പാട്ടിന് റീച്ച് വരുത്താനാണ് അവർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ അനശ്വരയുടെ പാട്ട് പോസ്റ്റ് ചെയ്യാൻ പറയുന്നതെന്നും ദീപു കരുണാകരൻ കൂട്ടിച്ചേർത്തു. മ്യൂസിക് കമ്പനിയുടെ ഭാഗത്തുനിന്ന് തനിക്ക് ഭയങ്കര പ്രഷറുണ്ടെന്നും ദീപു പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ റിലീസ് പ്രഖ്യാപിച്ച സിനിമയായിരുന്നു ഇത്. എന്നാൽ ചില കാരണങ്ങളിൽ അന്ന് സിനിമയുടെ റിലീസ് നടന്നിരുന്നില്ല. ഈ വർഷം സിനിമ തിയേറ്ററിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് അണിയറ പ്രവർത്തകർ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.